ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോണി കമ്പനിയുടെ ഒരു 5.1 ഹോം തിയേറ്റർ സർവീസ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനക്കവുമില്ലാത്ത അവസ്ഥയിലാണ് നമുക്ക് ഈ സെറ്റ് സർവീസിന് വന്നിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്ന് നോക്കാം. ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം. സെറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പവർ സപ്ലൈയുടെ കപ്പാസിറ്ററുകളെല്ലാം ബൾജായിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. പവർ സപ്ലൈയിൽ മാത്രമല്ല മദർ ബോർഡിലും കപ്പാസിറ്ററുകൾ ബൾജായിട്ടുണ്ട്. ആംപ്ലിഫയർ സെക്ഷനിലും കപ്പാസിറ്ററുകൾ ബൾജായിട്ടുണ്ട്. പവർ സപ്ലൈ ആവശ്യത്തിന് SMPS ഉപയോഗിക്കുന്ന എല്ലാവിധ സെറ്റുകളിലും കപ്പാസിറ്റർ ബൾജാവുന്നത് ഒരു കോമൺ ആയ ഒരു കംപ്ലൈൻ്റ് ആണ്. കപ്പാസിറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണോ ഈ സെറ്റ് ഓൺ ആവാത്തത് എന്ന് നമുക്ക് കപ്പാസിറ്ററുകളെല്ലാം ഒന്ന് മാറി ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഈ സെറ്റിൻ്റെ പവർ സപ്ലൈ. ഈ ഒരു SMPS ഉപയോഗിച്ചാണ് ഈ സെറ്റ് വർക്ക് ചെയ്യുന്നത്. ആദ്യം SMPSലെ ബൾജായ കപ്പാസിറ്ററുകൾ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. SMPSലേക്ക് കാണുന്ന 2 കപ്പാസിറ്ററുകൾ കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്മളത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജ് സ്റ്റേബിളായി തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് മദർ ബോർഡിലെ ബൾജായ കപ്പാസിറ്ററുകൾ മാറാം. മദർ ബോർഡിലെ 2 കപ്പാസിറ്ററുകളാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ഒരെണ്ണം ഓഡിയോ സെക്ഷനിലും ഒരെണ്ണം പവർ സപ്ലൈ സെക്ഷനിലും. കംപ്ലൈൻ്റ് ആയ കപ്പാസിറ്ററുകളെല്ലാം മാറിയതിന് ശേഷം പവർ സപ്ലൈ കണക്ട് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കപ്പാസിറ്ററുകളെല്ലാം മാറി പവർ സപ്ലൈ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ സെറ്റ് ഓൺ ആവുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ കാണുന്ന ലൈറ്റ് പോലും കത്തുന്നുണ്ടായിരുന്നില്ല. അത്രയധികം കപ്പാസിറ്ററുകൾ കംപ്ലൈൻ്റ് ആയിരുന്നുകൊണ്ടാവാം കത്താതിരുന്നത്. നമുക്ക് ഓരോ ഫംഗ്ഷനായി ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ സെറ്റിൻ്റെ ലെൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്കൊരു ഡിസ്ക് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സെറ്റിൻ്റെ ലെൻസെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്ക് എടുക്കുന്നുമുണ്ട്. നമുക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് സോങ് അധികം നേരം പ്ലേ ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ ഈ സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് പവർ സപ്ലൈയുടെ കപ്പാസിറ്ററുകൾ മാത്രമായിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. സൗണ്ട് ഔട്ട്പുട്ട് എല്ലാം കൃത്യമായി ലഭിക്കുന്നുണ്ട്. പല കമ്പനികളിലും ഇതുപോലുള്ള സെറ്റുകളിൽ സ്പീക്കർ കണക്ട് ചെയ്യുന്ന പിന്ന് വ്യത്യാസമുള്ളതായിരിക്കും. ഈ മോഡൽ പിന്നുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ കണക്ടറുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ മോഡൽ സെറ്റുകളിൽ സ്പീക്കർ കണക്ട് ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ സെറ്റിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ആ കണക്ടറുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു മറ്റൊരു സോക്കറ്റിലേക്ക് ഇതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തു തരുമോ എന്ന് കസ്റ്റമർ ചോദിച്ചിരുന്നു. നമുക്ക് ആ വർക്കിലേക്ക് പോകാം. അതിനായി നമ്മൾ ഈ മോഡൽ സോക്കറ്റുകളാണ് ഉപയോഗിക്കുന്നത്. 6 കണക്ഷന് വേണ്ടി 3 സോക്കറ്റാണ് ആവശ്യം വരിക. അതിനായി നമ്മൾ 3 സോക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. ഒരു PCBയിൽ തന്നെയാണ് ഈ സെറ്റിൻ്റെ ആംപ്ലിഫയർ ബോർഡും മദർ ബോർഡും. ആ ബോർഡുകൾക്ക് യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ ഈ സോക്കറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള സോക്കറ്റുകൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആംപ്ലിഫയറിൽ നിന്ന് ഈ സോക്കറ്റിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ ഷോർട്ട് ആവുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ രീതിയിൽ ഷോർട്ട് ആണെങ്കിൽ പോലും ക്ലാസ് ഡി ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആംപ്ലിഫയർ സെക്ഷൻ കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഐസികളെല്ലാം മാറുന്നത് നല്ല ചിലവാണ്. അതുകൊണ്ട് തന്നെ യാതൊരു ടച്ചും വരാത്ത രീതിയിൽ ഗ്ലൂ സ്റ്റിക്കെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ ഈ സോക്കറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിന് കംപ്ലൈൻറ്റ് വരുമോ എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. അങ്ങനെ യാതൊരുവിധ കംപ്ലൈൻറ്റും വരികയില്ല. വയറുകൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഷോർട്ട് ആവാത്ത രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. നമ്മൾ ഈ സെറ്റിൻ്റെ പഴയ കണക്ടറൊന്നും സെറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കളഞ്ഞിട്ടില്ല. അതിന് കാരണം ആ കണക്ടർ ലഭിക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ വീണ്ടും നമുക്കത് കണക്ട് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ ഈ കസ്റ്റമർ യൂസ്ഡ് സെറ്റ് വാങ്ങിയതാവും. അതുകൊണ്ടാവാം ആ കണക്ടർ ലഭിക്കാതെ പോയത്. എന്തു തന്നെയായാലും നമുക്ക് ഏത് തരത്തിലായാലും സ്പീക്കർ കണക്ട് ചെയ്യാവുന്ന സോക്കറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി.